ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ മഴതോരു മുമ്പ് പരമ്പരയുടെ നാളത്തെ ഒരു എപ്പിസോഡിലോട്ട് നമുക്കൊന്ന് കടന്നു പോവാം. അന്ന് നമ്മൾ കാത്തിരുന്ന കുറേ നിമിഷങ്ങളൊക്കെ വന്നു പോയി. ഇനിയിപ്പോൾ നമ്മുടെ അലീനെ നമ്മുടെ സ്റ്റാൻലി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വളരെ വികാരനിർഭരമായ നിമിഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നോടിയായിട്ട് അലീനയുടെ യാത്രാ പറയലും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ ആയിട്ട് കണ്ടുവരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ കൈതക്കൽ മാളിക വീട്ടിൽ പോയി ആ മനുവിനോടും വൈജയന്തിയോടും ഒക്കെ അതൊക്കെ ഇനി സീന് വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു ഫീലിങ്സോട് കൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു ഇന്നത്തെ പ്രൊമോയിൽ നമുക്കത് ചെറുതായിട്ട് തന്നെ പറയേണ്ടി വരും. അപ്പോൾ റിപ്പീറ്റേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അധികം ദീർപ്പിക്കേണ്ട. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ പണികളൊക്കെ തീർത്ത് അവരൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോയിക്കുകയാണ്, നമ്മുടെ കൃഷ്ണമോളും ബബിതയൊക്കെ. അങ്ങനെ അലീന നേരെ നമ്മുടെ ശരണ്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ശരണ്യയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞു ശരണ്യയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ശരണ്യയോട് പറയുന്നുണ്ട്, മോളെ ഞാനിങ്ങനെ പുതിയൊരു സ്ഥലത്തോട്ട് ജോലിക്കായിട്ട് പോവുകയാണ്, അപ്പോൾ കുളത്തൂർ പുഴ എന്ന് പറയുന്ന സ്ഥലത്താണെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ശരണ്യയുടെ മുഖമൊക്കെ ഒന്ന് വാടിപ്പോവാണ്. കാരണം വേറൊന്നുമല്ല, കാരണം ഒരു വല്ലാത്തൊരു വിഷമം. കാരണം ശരണ്യ ചേച്ചി അലീനയ്ക്ക് ശരണ്യ അടുത്തുള്ളതാണ് ഒരു സന്തോഷം. അപ്പോൾ ശരണ്യയുടെ അമ്മയും വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പം പോകുന്ന കാര്യമൊക്കെ ശ്രീകലയെ അറിഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങോട്ടാണ് മോളെ പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അച്ഛൻ പോയി ഏർപ്പാട് ചെയ്തൊരു സ്ഥലമാണ്, എന്തായാലും എനിക്ക് സേഫായിട്ടുള്ള സ്ഥലമാണ്, കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ ഇനി അലീന ചേച്ചി എങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്നത്, അതൊക്കെയാണ് നമ്മുടെ ശരണ്യയുടെ സങ്കടം കേട്ടോ. എൻ്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ കാണാൻ വരാതിരിക്കുമോ? എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ നമ്മുടെ കൃഷ്ണമോളെ അവരെയൊക്കെ കാണാൻ വരുന്ന സമയത്ത് എൻ്റെ മോളെയും കാണാണ്ട് ഞാൻ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ശരണ്യയ്ക്ക് എന്തോ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ അലീന പറഞ്ഞു, മോളെ എവിടെയാണെങ്കിലും ജോലി ചെയ്യണം, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ, സെറ്റ് ആവുന്നതാണെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും അച്ഛൻ എനിക്ക് ബെറ്റർ ആയിട്ടുള്ളതേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ള ഒരിത് അലീന അവരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു. ആ സമയത്ത് പ്രഭാകരൻ വന്നു കേട്ടോ. പ്രഭാകരൻ്റെ അടുത്ത് നമ്മുടെ ശ്രീകല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അലീന പുതിയൊരു സ്ഥലത്ത് ജോലിക്കൊക്കെ പോവുകയാണ്, അപ്പോൾ അത് യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ ശ്രീകല അലീനയോട് പറഞ്ഞു, മോളെ നീ പോകുമ്പോൾ നിനക്ക് തന്നു വിടാനായിട്ട് ഒന്നുമില്ലല്ലോ, എനിക്കൊന്നും വേണ്ടമ്മേ, കാരണം നിങ്ങളുടെ സ്നേഹം മാത്രം മതി, അതിൽ കൂടുതലായിട്ട് പിന്നെ എൻ്റെ ഈ അനിയത്തി കൊച്ചിനെ നന്നായിട്ട് പഠിപ്പിച്ച് എനിക്കൊരു ഡോക്ടറാക്കാനുള്ള കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരണ്യ പറഞ്ഞു, ഞാൻ ആരുടെ മുന്നിൽ എൻ്റെ അലീന ചേച്ചീനെ തോക്കാൻ സമ്മതിക്കില്ല, ഞാൻ പഠിക്കും, നന്നായിട്ട് എന്നെ പഠിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻട്രൻസൊക്കെ എഴുതി മെറിറ്റിൽ തന്നെ നല്ലൊരു സീറ്റൊക്കെ എൻ്റെ മോള് മേടിക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് അലീന ചേച്ചി കാത്തിരിക്കുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് പ്രഭാകരൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ കൂടെ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ആയിരുന്നു, പക്ഷേ എനിക്ക് പിന്നെ നീ കാരണം മോളിവിടെ വന്നതിൽ പിന്നെയാണ് എൻ്റെ മകളെ ഞങ്ങൾക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് കൈ പിടിച്ച് ഞങ്ങൾക്ക് ഇങ്ങ് തിരിച്ച് തന്നത്. ആ ഒരു നന്ദി എത്ര ജന്മം കഴിഞ്ഞാലും മോളെ മറക്കില്ല. നിന്നോട് മോശമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോളത് മനസ്സിൽ വെച്ചേക്കരുത്. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാണെന്ന് അങ്ങനെയൊന്നും അച്ഛൻ പറയണ്ട. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും. എൻ്റെ അനിയത്തി കുട്ടീനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തണം. അപ്പം പ്രഭാകരൻ പറഞ്ഞു, മോളെ ഞങ്ങളുടെ പ്രതീക്ഷ ഇനി എവള് പഠിച്ച് നല്ലൊരു നിലയിലെത്തി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാവും. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, അതൊക്കെ റെഡിയാവും, അതിലൊന്നും അച്ഛനും അമ്മയും ഓർത്ത് ഒരു സങ്കടവും വേണ്ട അല്ലേടി മോളെ, അത് അത്രയേ ഉള്ളൂ. എൻ്റെ അലീന ചേച്ചി എവിടെയും ജയിച്ചു നിൽക്കണം കാണാനാണ് എനിക്കിഷ്ടം. എൻ്റെ കാര്യത്തിലാണെങ്കിലും അലീന ചേച്ചി ജയിച്ചു നിൽക്കണം എന്നുള്ളത് എനിക്കും ഒരു മനസ്സിലൊരു ദൃഢമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ ശരണ്യ പറയും. പക്ഷേ അലീന ചേച്ചി പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയാം. ചേച്ചി ഇവിടെ ഉള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. എവിടെയാണെങ്കിലും ചേച്ചിയുടെ മനസ്സ് മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എൻ്റെ മോൾ എന്താവശ്യം ഉണ്ടെങ്കിലും അലീന ചേച്ചീനെ വിളിക്കണം. അങ്ങനെ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ശരണ്യയുടെ അനിയൻ്റെ അടുത്തും എൻ്റെ അടുത്തൊക്കെ അവരുടെ അടുത്ത് ഗോപൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് അലീന പോകുന്നത്. പക്ഷേ ശരണ്യയുടെ അമ്മയുടെ കണ്ണുകളൊക്കെ നിറയാണ്. കാരണം വേറൊന്നുമില്ല, തൻ്റെ സ്വന്തം മകളെ ജീവിതത്തിലോട്ട്
കഷ്ടപ്പെട്ട് അവൾ അത്രയേറെ റിസ്ക് എടുത്ത്, കാരണം ജീവൻ പോലും ആപത്തിലാവുന്ന ഘട്ടത്തിലായിരുന്നു അലീന ആദ്യമായിട്ട് ശരണ്യയെ ഇവിടെ കാണാൻ വന്നപ്പോൾ. അത്രയും റിസ്ക് എടുത്ത് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വന്നൊരു കുട്ടി അലീന. അവൾക്ക് എവിടെ ചെന്നാലും നന്മ മാത്രം വരട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അലീന ഇറങ്ങിപ്പോയപ്പോൾ ശരണ്യയുടെ അമ്മ പ്രാർത്ഥിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രഭാകരന് പോലും ഒരു നിമിഷം മനസ്സ് വല്ലാണ്ട് പകച്ചുപോയി. വല്ലാത്തൊരു വിഷമമായിരുന്നു ശരണ്യയ്ക്ക്. അതിനേക്കാളേറെ സങ്കടമായിപ്പോയി. പെട്ടെന്ന് അലീന ചേച്ചി അങ്ങനെ ദൂരോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അലീന നേരെ നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്. കാരണം ഓട്ടോക്കാരൻ സാബുചേട്ടൻ്റെ വീട്ടിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല, തൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീനെ കണ്ടപ്പോൾ ആഹാ ഇതാരാ, ഈ വഴിയൊക്കെ മറന്നു കാണുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ എൻ്റെ സാബു ചേട്ടാ? എൻ്റെ ജീവൻ ഇന്ന് ഈ ജീവനോടെ ഈ ശരീരത്തിൽ നിൽക്കുന്നെങ്കിലേ അത് ചേട്ടൻ്റെ ഭാഗ്യം കൊണ്ടും ചേട്ടൻ്റെ കഴിവും കൊണ്ടും മാത്രം. ആ നന്ദിയൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ സാബുവിൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ദൂരൊരു സ്ഥലത്ത് പോവാണ്. അപ്പം പെട്ടെന്ന് തന്നെ ആ ഓട്ടോക്കാരൻ സാബു പെട്ടെന്ന് ആ ഓട്ടോ കഴിവലൊക്കെ നിർത്തിയിട്ട് അകത്തോട്ട് അലീനയുടെ അടുത്ത് വരികയാണ്. സാബു ചോദിക്കണം, എങ്ങോട്ടാ അലീന നീ പോണേന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ പണി ഞാൻ നിർത്തുകയാണ്. അതിന് തൂറ്റി പെട്ടെന്ന് ഇവിടെ പണി നിർത്താൻ കാര്യം എന്നാന്ന് അവരൊക്കെ തിരക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പിന്നെ അവിടുത്തെ മേഡത്തിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് കാലും ഇതൊക്കെ ശരിയായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ഒരു സർവൻറ്റിൻ്റെ ആവശ്യം അവർക്കില്ല, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം സാബു ചോദിച്ചു, എങ്ങോട്ടാണ് പോണേ ജോലിക്കായിട്ട്? അത് കുളത്തൂർ പുഴയെന്ന് പറയുന്ന സ്ഥലത്താണ്, ഇച്ചിരി ദൂരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സാബു അതെന്തിനാ അത്രയും ദൂരെ പോണേ? ഇപ്പോൾ ജോലി നോക്കാനാണെങ്കിൽ അലീനയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കിയാൽ പോരെ? അത് അച്ഛൻ ശരിയാക്കി തന്നത്, അച്ഛൻ എനിക്ക് സേഫായിട്ടുള്ളൊരു സ്ഥലം നോക്കിയും അത്രയും ഇതായിട്ടുള്ളത് നോക്കി തിരഞ്ഞെടുത്തതെന്ന് പറയും. അപ്പോൾ സാബുവിനെന്തോ അത് അത്രയും ദൂരെയൊക്കെ പോകണമായിരുന്നോ എന്തോ, അത് അത്ര സേഫായിട്ട് അത്ര ഒരു മനസ്സിനൊരു തൃപ്തി തോന്നുന്നില്ല. അത്രയും ദൂരെ അലീന ജോലിക്ക് പോകാമെന്ന് പറയുമ്പം ഒരു എന്തോ പോലെ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ അവരോടെല്ലാം യാത്ര പറയാണ്, ഞാൻ പോവാണ്, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എനിക്കൊപ്പം ഉണ്ടാവണം. അപ്പം നമ്മുടെ സാബുവിൻ്റെ അമ്മ പറയും, മോൾ എവിടെ പോയാലും നന്നായേ വരുള്ളൂ, കാരണം മോളുടെ മനസ്സും അത്രയ്ക്ക് നല്ലൊരു മനസ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിയത്തിയുടെ അടുത്തും സാബുവിൻ്റെ അനിയത്തിയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അലീന പോകണം. അപ്പോൾ സാബു ചോദിക്കുന്നുണ്ട്, അതെ വാ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സാബു ചേട്ടാ 1-2 സ്ഥലത്തൂടെ പോകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീന പിന്നീട് കൈതക്കൽ മാളിക വീട്ടിൽ പോകുന്ന സീൻ അപ്പോഴാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അലീന, ഞാൻ ഇന്നലെ അത് പറഞ്ഞതുകൊണ്ട് പിന്നെ അത്രയും പൊലിമിച്ച് അങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞു പോവാം. നമ്മുടെ മനുവിനോട് യാത്ര പറയുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ അടുത്തുള്ള ഒരു യാത്ര പറച്ചിൽ അലീനയെ വല്ലാണ്ട് മനസ്സിന് വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടായി പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, എന്തോ മാനസികമായിട്ട് ആ മനുവിനോട് യാത്ര പറയാൻ അലീനയ്ക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അതിനേക്കാളേറെ ബുദ്ധിമുട്ടായിരുന്നു മനുശങ്കറിന്. അലീന എന്നേക്കുമായിട്ട് തൻ്റെ അടുത്ത് നിന്ന് പോകുന്നതാണോ? ഒരു പക്ഷേ ഇപ്പോൾ അവളോട് ചോദിക്കാൻ പറ്റില്ല, അവളുടെ അച്ഛൻ്റെ അടുത്താണ് പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കാനും പറ്റില്ലല്ലോ. വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു മനു നേരിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്വന്തം അമ്മയായ വൈജയന്തിയുടെ അടുത്ത് പോകുന്ന രംഗം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈജയന്തി ഷൗട്ട് ചെയ്ത് അലീനയെ വല്ലാണ്ട് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അലീന വൈജയന്തിയുടെ അടുത്ത് 1-2 വാക്ക് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അമ്മ പറഞ്ഞല്ലോ, എവിടെയോ പിഴച്ച ഒരു സ്ത്രീക്ക് ഉണ്ടായതാണ് ഞാനെന്ന്. ആ പിഴച്ച സ്ത്രീ ആ ഒരു വാക്ക് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അലീന തിരിച്ചൊരു മറുപടി വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് 20-22 വർഷങ്ങൾക്ക് മുന്നേ പണ്ട് അമ്മ ആഗ്രഹം താമസിച്ചിരുന്നപ്പം അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്ന് പറഞ്ഞു. അത് അലീന പറഞ്ഞത് വൈജയന്തിയുടെ മനസ്സിനെ വല്ലാണ്ട് കീറി മുറിച്ചൊരു ഫീലിങ്സ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ആ ഒരു വല്ലാത്ത വികാര നിർഭരമായ കുറേ നിമിഷങ്ങളൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. അലീന കണ്ണ് നിറഞ്ഞാണ് പോകുന്നത്. പിന്നെ സൗദാമിനി അമ്മയോട് യാത്ര പറയണു, രഞ്ജുവിനോടും കമലയോടും യാത്ര പറയുന്നു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറയുന്ന സീനാണ് കാണിക്കുന്നത്.
അപ്പോൾ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ കൃഷ്ണമോളും ബബിതയൊക്കെ വരുന്നുണ്ട്. കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അലീനയെ കാണാനില്ല. അപ്പോൾ ബാലചന്ദ്രൻ വീട്ടിലുണ്ട്. അപ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ അലീന ചേച്ചി എന്ത് ചെയ്യുന്നു വന്നിട്ട് കാണാനില്ല? അവള് ശരണ്യരെ വീട്ടിൽ പോയിക്കുക യാത്ര പറയാനായിട്ട്. ആണോ? അതെന്ത് എന്നിട്ട് ഇത്രയും വൈകണേ? ചിലപ്പോൾ കൈതക്കൽ മാളിക വീട്ടിൽ കൂടെ പോയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് കൃഷ്ണമോള് പറഞ്ഞു, അതെന്താ വെച്ചാൽ ഇപ്പോൾ യാത്ര പറഞ്ഞൊക്കെ പോണത് എന്തു പറ്റി? അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അലീനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുളത്തൂർ പുഴ എന്ന് പറയുന്ന സ്ഥലത്തൊരു ജോലിയുടെ കാര്യം റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ നാളെ അലീന അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതും രോഹിത്തും ബബിതയും കൃഷ്ണമോളും ആകെ അങ്ങ് സ്റ്റക്കായി പോണ്. കാരണം അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പെട്ടെന്ന് അലീന ചേച്ചി നാളെ പോകുമെന്ന് കേട്ടപ്പോൾ അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പം കൃഷ്ണമോൾ ചോദിച്ചു, എന്തിനാ അലീന ചേച്ചീനെ പറഞ്ഞു വിടണേ? അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഈ വീട് നമുക്ക് പഴയതുപോലെ ആവത്തില്ലേ? എന്തിനാ അലീന ചേച്ചീനെ പറഞ്ഞു വിടണേ എന്ന് കൃഷ്ണമോൾ ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, കൃഷ്ണമേ, നിനക്ക് ഇവരെക്കാട്ടിലും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല എല്ലാവരെക്കാട്ടിലും ആവശ്യം നിൻ്റെ അമ്മ വൈജയന്തിക്കാണല്ലോ. അവൾക്കാണല്ലോ അവളുടെ പാദം എടുത്ത് നിലമ്പുരയ്ക്കൽ വീട്ടിൽ വെക്കണമെങ്കിൽ അലീന ഇനി ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിൻ്റെ അമ്മ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ അലീന ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ വൈജയന്തിക്ക് മഹാറാണിയെപ്പോലെ ഈ വീട്ടിൽ കഴിയാമെന്ന്. അതവളുടെ തെറ്റിദ്ധാരണയാണ്. അവൾ ഇനി എണ്ണി എണ്ണി ഓരോ ദിവസവും അനുഭവിക്കാൻ ഇരിക്കണതേ ഉള്ളൂ എന്നുള്ളത് പറയണേ. അപ്പം ബബിതയും കൃഷ്ണമോളും കൃഷ്ണയും അതുപോലെ രോഹിത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്നിട്ട് ബബിതയുടെ ഉള്ളിൽ അച്ഛൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ കൃഷ്ണമോൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് എന്നെ ബബിതയുടെയും രോഹിത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ കേട്ടോ. അതെന്തായിരിക്കും അങ്ങനെ കൃഷ്ണമോൾക്ക് മാത്രം അറിയാവുന്ന കാര്യം? അങ്ങനെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് നിന്നപ്പം ബബിതയും രോഹിത്തും കൂടെ കൃഷ്ണമോളെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ നിന്നോട് പറഞ്ഞല്ലോ നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം എന്നുള്ളത്, നിനക്ക് എന്ത് കാര്യം അറിയാവുന്നുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഇവരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം താനായിട്ട് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഇതിലോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇനി താനായിട്ട് അത് പറയുന്നില്ല എന്നുള്ളത് കൃഷ്ണമോൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മുമ്പിൽ നിന്ന് തടി തപ്പയാണ്. പക്ഷേ രോഹിത്തിനും ബബിതയ്ക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കൃഷ്ണമോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തങ്ങളോട് പറയാണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ അവർക്കെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രേവതിക്കുട്ടിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരം അലീന ചേച്ചി ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ഗ്രേസ് അമ്മയ്ക്കും മാമച്ചനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. കാരണം അലീന എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു പെറ്റാണ്. കാരണം എല്ലാവരോടും വളരെ നല്ല രീതിയിൽ മാനസികമായിട്ടൊക്കെ നല്ല അടുപ്പവും വിനയവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ ഒരു സ്നേഹം ഇവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാലചന്ദ്രനാണ് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുക. കാരണം തൻ്റെ കുടുംബം തൻ്റെ മക്കളെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചു തന്നത് അലീനയുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. അത് ഇനിയും തുടർന്ന് പോകണമെങ്കിൽ അലീന ഇനി ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് ബാലചന്ദ്രന് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെയാണ് മനുവിന് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അലീനയുടെ വേർപാടെന്ന് പറയുന്നത്. എന്നാൽ അലീന വിട്ടുപോകുന്നത് കാരണം തനിക്കിനി തിരിച്ച് അവളെ കിട്ടുമോ എന്നൊക്കെയുള്ള ചില സങ്കടങ്ങളാണ് നമ്മുടെ മനുവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനിയിപ്പോൾ നാളെ വരുന്ന എപ്പിസോഡെന്ന് പറയുന്നത് എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു സങ്കടമായിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റാൻലി വന്ന് നമ്മുടെ അലീനയെ കൊണ്ടുപോകുന്ന സീനും അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ വീട്ടുകാരൊക്കെ അലീനയെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, കാരണം അവരുടെ അമ്മച്ചിയുടെ അതേ മുഖഛായയും ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഞെട്ടൽ എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു സീനാണ് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മഴതോരും മുമ്പ് ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ ട്വിസ്റ്റിലാണ് എത്തുന്നതെന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം കേട്ടോ. സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കാൻ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇതേ ചാനലിൽ തന്നെ ഞാൻ കറക്റ്റ് 6 മണി കഴിയുമ്പോൾ നമ്മുടെ സാന്ത്വനം 2ൻ്റെ വിശേഷം ഇടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് 2 ചാനലുണ്ട്. അപ്പോൾ സുമി മുഫാസ് മൻസിൽ എന്ന് പറഞ്ഞ നമ്മുടെ മറ്റൊരു ചാനലിൽ ഞാൻ കാറ്റത്തെ കിളിക്കൂടും ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാളെ ആ പരമ്പരകൾ ശനി ഞായറും ഇല്ല. അതുകൊണ്ട് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ 2ൻ്റെതും ഞാൻ ഇടുന്നുണ്ട്.
ഇടുന്നുണ്ട്. കാറ്റത്തെ കിളിക്കൂട് ഞാൻ 2:30 ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ വിവാഹിതരാകുന്നത് കറക്റ്റ് 9:30 തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഒരു സസ്പെൻസും കൂടെ ഉണ്ട്. നമ്മുടെ സുമി മുഫാസ് മൺസിൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്ന നമ്മുടെ പവിത്രം പരമ്പര 2ാം ഭാഗം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പരമ്പരയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോസ് ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രോ നാളെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു വിജയം. അപ്പോൾ എൻ്റെ മുത്തുമണീസൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വിചാരത്തോടും ആ ഒരു ആഗ്രഹത്തോടും കൂടെ തന്നെ ഞാൻ ഇന്നത്തെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ശുഭരാത്രി ഇതിനോടൊപ്പം പറയുന്നു. താങ്ക്